നമ്മുടെ സിജോയെ ഇപ്പോ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തു. സംഭവം വേറൊന്നുമല്ല, 80 ദിവസം പിന്നിട്ടപ്പോഴുള്ള ഒരു ഗ്രാഫ് വരയ്ക്കണം. ഉയർച്ച താഴ്ചകൾ, വീക്കെൻഡ് എപ്പിസോഡിൽ ലഭിച്ച സമ്മാനങ്ങൾ, ഡൗൺ ആയി പോയ നിമിഷങ്ങൾ, തെറ്റിദ്ധാരണകൾ, പ്രിയപ്പെട്ട ആളുകളുടെ കൊഴിഞ്ഞുപോകല്, പുതിയ സൗഹൃദങ്ങള്, അങ്ങനെ ഒരു ബിഗ് ബോസ് ജേർണിയുടെ ഗ്രാഫ് വരയ്ക്കണം. ഇൻഡിവിജ്വൽ ആയിട്ടാണ് എല്ലാവരും ഈ ഒരു ടാസ്ക് ചെയ്യേണ്ടത്. 1 മിനിറ്റ് സമയം മാത്രമേ കിട്ടത്തുള്ളൂ ഇത് പ്രസന്റ് ചെയ്യാനായിട്ട്. ലാലേട്ടൻ എപ്പിസോഡിന് വേണ്ടിയുള്ള ഒരു സംഭവമാണ് ഇത്. ലാലേട്ടന്റെ മുന്നിലാണ് ഇത് പ്രസന്റ് ചെയ്യേണ്ടത്. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ എല്ലാവരുടെയും ഗ്രാഫ് നമ്മൾ കാണുമെന്നാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ സിജോ ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ ലാസ്റ്റ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് പുള്ളിയുടെ ഒരു സ്പീച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ലൈവിനകത്ത്. ഡ്യൂട്ടീസ് എല്ലാവരും കിടുവായിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് നോറയൊക്കെ സിജോ ഭയങ്കരമായിട്ട് പ്രശംസിച്ച് കണ്ടു കേട്ടോ. ഈ ഒരു ടാസ്കിൽ ഓരോരുത്തരും എന്തൊക്കെ അവരുടെ ഗ്രാഫിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് ഏകദേശം ഒരു ധാരണയുണ്ട്. ഇപ്പൊ ജിൻഡോയ്ക്കാണെങ്കിൽ രതീഷിന്റെയും ജാനുവിന്റെയും പിന്നെ ശ്രീരേഖയുടെ ഒക്കെ എവിക്ഷനെ പറ്റി പറയാൻ സാധ്യതയുണ്ട്. ജാസ്മിൻ ആണെങ്കിൽ ഗബ്രിയുടെയും റസ്മിന്റെയും എവിക്ഷനെ പറ്റി പറയാൻ സാധ്യതയുണ്ട്. ഋഷിക്കാണെങ്കിൽ റോക്കിയുടെയും അൻസിബയുടെയും എവിക്ഷൻ. റോക്കിയുടെ പേരൊക്കെ പറയുമോ എന്ന് അറിയത്തില്ല, നോക്കാം. പിന്നെ ലൈവിൽ മൊത്തം എല്ലാവരും ഫുൾ റീവൈൻഡ് മൂഡിലാണ്. ഓരോ കാര്യങ്ങൾ ഇപ്പോഴാണ് ഓർത്തെടുക്കുന്നതൊക്കെ. എന്തായാലും ഇതൊക്കെയാണ് ലൈവിനകത്ത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.